ഹലോ, നമസ്കാരം. വാഴ 2 എന്ന ചിത്രം കണ്ടു, വളരെ ഇഷ്ടമായി. ഒരുപാട് സന്ദേശങ്ങൾ ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എനിക്ക് തോന്നുന്നത് പിന്നണിയിൽ മുഴങ്ങുന്ന വലിയ അർത്ഥമുള്ള ചില വരികളാണ്. തമ്മിൽ പിണങ്ങിപ്പോകല്ലേ, കാണാതെ മായല്ലേ കണ്ണേ, നമുക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ. ആ ഒരു ചിത്രത്തിൽ ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള വഴക്ക് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. അവസാനം ജ്യേഷ്ഠ സഹോദരൻ പറയുന്നുണ്ട്, എനിക്കായിരുന്നു വാശി എന്നുള്ളത്. എനിക്കായിരുന്നു വാശി. ആ പിണക്കത്തിൻ്റെ കാരണവും എൻ്റെ മനോഭാവമായിരുന്നു, എൻ്റെ പെരുമാറ്റമായിരുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ കുറ്റബോധം കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. ജീവിതത്തിൽ നമുക്കിടയിൽ, നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ, നാം ഉൾപ്പെടുന്ന ചില സൗഹൃദങ്ങൾക്കിടയിലൊക്കെ വഴക്കുകൾ ഇങ്ങനെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്നുണ്ട്. എപ്പോഴോ പറ്റിയ ചില താളപ്പിഴകൾ കൊണ്ട് വഴക്ക് നീണ്ടുപോകുന്ന, പരസ്പരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ പോകുന്ന ചിലരെങ്കിലും ഉണ്ടാകും. നമ്മിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലേ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ നല്ല നാളുകൾക്ക് വേണ്ടി ഒരു മാറ്റം സൃഷ്ടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പിണക്കങ്ങൾ വെച്ചുകൊണ്ടിരിക്കേണ്ട, നമുക്ക് പിണക്കങ്ങളൊക്കെ ഇണക്കങ്ങളാക്കി മാറ്റി അങ്ങ് ജീവിതയാത്ര തുടരാം. കാരണം ജീവിതം ഏറെ സുന്ദരമാണ്. ചുമ്മാ വാശി പിടിച്ചിരിക്കാനുള്ളതല്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് തന്നെ തമ്മിൽ പിണങ്ങി ഇരിക്കരുത്. ലൈഫ് ഒന്നേയുള്ളൂ. സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും അത് ഏറെ സുന്ദരമാക്കാം.